നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. നമുക്കിത് നോമൻക്ലേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ചാപ്റ്റർ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ നോമൻക്ലേച്ചർ ടോപ്പിക്കാണ്. സോ നമുക്ക് ഈ ചോദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താമെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നോക്കുക. നമ്മുടെ ഓർഗാനിക് മോളിക്യൂളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്. നമുക്കറിയാം പ്രിഫറൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരിക്കും? പ്രിഫറൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ്. സോ ഈ മോളിക്യൂളിന്റെ പേര് അവസാനിക്കുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ പേരിലായിരിക്കണം. ദ നെയിം ഷുഡ് ബി എൻഡിങ് ആസ് ഓയിക് ആസിഡ്. നോക്കുക, ഹെക്സൈൻ ആവരുത്, ഹെക്സനോയേറ്റ് അല്ല, ഹെക്സനോയിക് ആസിഡ് എന്ന് വേണം എൻഡ് ചെയ്യാൻ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ 4 മാർക്ക് ചെയ്യാവുന്നതാണ്. ഇത്ര മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം നോക്കുക, ഓർഗാനിക് കോമ്പൗണ്ടിലെ പ്രിഫറൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ്. സോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ്. പേര് എൻഡ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ പേരിൽ ഓയിക് ആസിഡ് എന്ന് വേണം എൻഡ് ചെയ്യാൻ. വേറെ ഓരോ ഓപ്ഷനിലും അതില്ല. നമുക്കതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാലും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നോമൻക്ലേച്ചർ നടത്തി നോക്കാം. പ്രിഫറൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് നമ്മുടെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാർബോക്സിലിക് ആസിഡിലായിരിക്കണം. 2, 3, 4, 5, 6 ഇങ്ങനെയായിരിക്കണം നമ്മുടെ നമ്പറിങ് ഉണ്ടാവേണ്ടത്. നമുക്ക് നോക്കിയാൽ കാണാം ഫങ്ഷണൽ ഗ്രൂപ്പും പാരന്റ് ചെയിനും ഫങ്ഷണൽ ഗ്രൂപ്പും ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പുകളാണ്. സോ ഈ 2 മീഥൈൽ ഗ്രൂപ്പ്, 2ാമത്തെയും 5ാമത്തെയും പൊസിഷനിലുള്ള മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് മെത്തോക്സി കാർബണിൽ ഗ്രൂപ്പുമാണ്. സോ നോക്കിക്കേ, നമ്മുടെ പേര് 6 മെത്തോക്സി കാർബണിൽ 2,5 ഡൈമീഥൈൽ ഹെക്സനോയിക് ആസിഡ്. യെസ്, ദിസ് നെയിം ഈസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും ഇവിടെ? അവർ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ഹിയർ.